സാഗരം നിന്നരികെ നിറയുന്നു ഹൃദയമേവം ധന്യമാ സുമസായകാനിലയം മാനസം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. കറൻ്റ്ലി ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ ഭാഗത്താണ് ആൻഡ് പോകുന്നത് വൺ ഓഫ് ദി ഹിഡൻ ആൻഡ് അണ്ടർ റേറ്റഡ് സ്പോട്ട് ഇൻ ട്രിവാൻഡ്രം. അതുപോലെ ഞാനിന്ന് നല്ലൊരു മഴ പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. മോർണിംഗ് അത്യാവശ്യം നല്ലൊരു മഴ കിട്ടിയായിരുന്നു കേട്ടോ, പക്ഷേ ഉച്ചയായപ്പോഴേക്കും മഴയുടെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ഈ സ്പോട്ടിനെ പറ്റി ഒരു ഇൻട്രോ തരാം. ട്രിവാൻഡ്രത്ത് ഇത്രയും അണ്ടർ റേറ്റഡ് എന്നാൽ അതിമനോഹരമായ സ്പോട്ട് ഇല്ലെന്ന് തന്നെ പറയാം. ഈ ഓണത്തിന് കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ സ്പോട്ട് മിസ് ചെയ്യാതിരിക്കുക. ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിലോമീറ്റർ. പക്ഷേ മഴ കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലോ, എന്നാലും നമ്മളിതാ ആകാശമൊക്കെ ഇരുണ്ട് തന്നെയാണ് കിടക്കുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. മിക്കവാറും മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ ഇപ്പോൾ. ഊര് പൊയ്ക, ചെമ്പമംഗലം. നമ്മളത് നോക്കുന്നില്ല, ഇപ്പോൾ മഴയുടെ കൺസേൺ വിട്ടു എന്തായാലും. ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ എന്തായാലും പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആറ്റിങ്ങിലൊരു ആവശ്യമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ 2-3 സ്പോട്ടുകൾ നോക്കിയപ്പോൾ ഫസ്റ്റ് എല്ലാം കാണിക്കുന്നത് നമ്മളെ വർക്കല ഭാഗത്തേക്കുള്ള എല്ലാമാണ് ആദ്യം കാണിക്കുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് നിയർ ആറ്റിങ്ങിലെന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ നിന്ന് പിന്നെ വർക്കല പോകുന്ന ഒരു ഭാഗത്ത്. വർക്കല എനിക്ക് തോന്നുന്നു അവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാണ് കൂടുതലും ഇങ്ങനെ കാണിക്കുന്നത്. വർക്കല ക്ലിഫ്, ഹെലിപാഡ് പോയിൻ്റ്, പിന്നെ വർക്കല മ്യൂസിയം, പിന്നെ നമ്മുടെ ശബരിഗിരി, അങ്ങനത്തെ കുറേ ഭാഗങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു മൈൻഡില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വർക്കല ഒരുപാട് തവണ പോയതാണ്. അപ്പം അതിൻ്റെ ഡെഡിക്കേറ്റഡ് വേണമെങ്കിൽ പിന്നെ ഒരിക്കൽ നമുക്ക് ചെയ്യാം. കാരണം വർക്കല നമ്മളെ നോർമലായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ. പാപനാശം, വർക്കല ബീച്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ ഗൂഗിൾ അമ്മച്ചി പണിയൊന്നും തന്നില്ല. ടേക്ക് റൈറ്റോ, എൻ്റെ അടുത്ത് ഈ റൈറ്റ് എടുക്കാനാണ് പറയുന്നത് കേട്ടോ, എന്താണെന്നറിയില്ല. ആ റോഡോ? എന്തായാലും നമുക്ക് 500 മീറ്റേഴ്സ് ശരിക്കും ആ റൈറ്റ് എടുക്കാനാണ് എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. വഴി കറക്റ്റാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് നിർത്തിയിട്ട് എന്തായാലും ഒന്നുകൂടി ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ പിരപ്പൻകാട് പാഡി ഫീൽഡ്. അവിടെ നിന്ന് റൈറ്റ് ജസ്റ്റ് അടുത്താണ് കേട്ടോ. നമ്മളില്ലെങ്കിൽ ഇത്രയും കിടന്ന് കറങ്ങണം. അത് തന്നെ എടുക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഗൂഗിൾ ആദ്യം പറഞ്ഞ ആ വഴി തന്നെ പോകാം. കാരണം ആ വഴി കണ്ടപ്പോൾ ഒരു ഡൗട്ട്, അങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഓക്കെ, ടേൺ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇന്നൊരു വർക്കിംഗ് ഡേയും കൂടി ആയതുകൊണ്ടാണ് നമുക്കൊരു സമാധാനം. കാരണം വെച്ചാൽ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമ്മൾ ആ സ്പോട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ എത്തിയെന്നാണ് പറയുന്നത്. കണ്ടില്ലേ, ഇത് തന്നെയാണ് സംഭവം ഇവിടുത്തെ. ഓ മാൻ, കൊള്ളാം കേട്ടോ വൈബ്.
പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് കേട്ടോ. എന്തായാലും അതിനുള്ള സംഗതി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വേസ്റ്റായിട്ട് തോന്നത്തില്ല. പക്ഷേ എല്ലാവർക്കും എങ്ങനെ ഫീൽ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രയും പീസ്ഫുള്ളായിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ ഒരു പ്ലേസ്. എനിക്ക് തോന്നുന്നു ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം ഇന്ന് നല്ല പീസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം റഷോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാ കണ്ടില്ലേ ഈ കാർമേഘങ്ങൾ. കുറച്ചൊന്ന് ഡ്രസ്സിൽ കിട്ടിയിരുന്നെങ്കിൽ, ഐ മീൻ റെയിന് നമുക്ക് നേരിയ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഈവൻ മോർ ബ്യൂട്ടിഫുൾ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ നിന്ന് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കണ്ടാലും അവിടെ ഒരു ഹട്ടുണ്ട്, അങ്ങോട്ട് പോവാം. പിരപ്പൻകാട് പാടശേഖര സമിതി ഇടയ്ക്കോട്. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇവിടെ ഒരു ചാനലുണ്ട് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ സൈഡിൽ നമുക്ക് ലാസ്റ്റ് ആ പാടത്തിൻ്റെ നടുക്കുള്ള ഹട്ടിലേക്ക് തന്നെ പോവാം. മീനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി കേട്ടോ. ഇപ്പം എന്താണെന്തോ ഗ്രീനിനെ സ്നേഹിച്ച് തുടങ്ങി. കുറേ കാലങ്ങളായിട്ട് ലഡാക്കിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു ടെറൈനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പോൾ കൂടുതലിപ്പോൾ ഗ്രീനിനെ സ്നേഹിച്ച് തുടങ്ങി കേട്ടോ. ഓ മാൻ, പറയാൻ സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. അങ്ങനത്തെ ഒരു നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. ഇതെങ്ങനെ അപ്പുറത്ത് പോകും? എന്തായാലും നമുക്കിതിൻ്റെ മേളിലേക്കൊന്ന് കയറി നോക്കാം. അടിപൊളി കേട്ടോ, സംഭവം അടിപൊളിയാ. ഓ എങ്ങനെ പറയണമെന്നറിയില്ല, നല്ലൊരു വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് ഒരു രക്ഷയില്ലാത്ത വ്യൂ. ആ ഒരു ഭാഗത്തേക്ക് നോക്കിയേ, അടിപൊളി. ഇത് സംഭവം ഞാൻ അറിഞ്ഞിരുന്നത് ഒരു റീൽസ് വഴിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, പക്ഷേ കണ്ടപ്പോൾ എനിക്കങ്ങ് ക്യാച്ചി ആയിട്ട് തോന്നി. അങ്ങനെയാണ് വരാമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. എനിവേ വന്നത് എന്തായാലും വെർത്ത് തന്നെയാണ്. മനോഗതം ഭവാൻ അറിഞ്ഞേ ശുഭാർദ്രമായ ദിനം സലോലം സുന്ദരമേ രമണസേവസാഗരം നിന്നരികെ നിറയുന്നുലേ ഹൃദയമേവം ധന്യമാ സുമസായകാനിലയം മാനസം.
ഞാൻ കുറച്ചു നേരം അവിടുത്തെ ആ ഹട്ടിലൊക്കെ നിന്ന് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശരിക്കും കൺട്രോൾ പോയി കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പാടം ലക്ഷ്യമാക്കി ഞാനങ്ങ് നടന്നു തുടങ്ങി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ സമയം ഏതാണ്ടൊരു 6 മണി 6:15 ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ്. ഞാൻ വന്നിട്ട് ഏതാണ്ടൊരു 2-3 മണിക്കൂർ ആയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് മുമ്പ് അത്യാവശ്യം സൂര്യനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റ് നല്ല ഗോൾഡനായിട്ടൊക്കെ കിടന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്ന് തിരിക്കുകയാണ്.